തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. ഇമെയിലിലൂടെ ജർമ്മൻ കോൺസുലേറ്റിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീനന്ദ ചിരികയാണ്. ശ്രീനന്ദ, കഴിഞ്ഞ ദിവസവും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. തുടരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ട് പോലീസിനെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്, അല്ലേ? KP ഇപ്പോൾ സമാനമായ രീതിയിലാണ് വീണ്ടും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ ഔദ്യോഗിക വസതിയിൽ രാജ്ഭവൻ എന്നിങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ബോംബ് ഭീഷണി ഉണ്ടാകുമെന്ന് പറഞ്ഞ മെയിൽ വന്നിരിക്കുന്നത്. ഒരേ IP അഡ്രസ്സിൽ നിന്നാണ് ഈ മെയിലുകളെല്ലാം വന്നിരിക്കുന്നതെങ്കിലും ഇതുവരെ ഇത് ഏത് IP അഡ്രസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല. എന്താണ് ഈ ഒരു ഇങ്ങനെ മെയിൽ വരുന്നത്, എന്തുകൊണ്ടാണ് പോലീസും അതുപോലെ തന്നെ സൈബർ സെല്ലും കാര്യമായി നിരീക്ഷിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇവർ ഈ ഇതിനു മുൻപും സമാന രീതിയിൽ ഇങ്ങനെ ബോംബ് ഭീഷണി ഉണ്ടായ സമയത്ത് അത് കുറച്ചെങ്കിലും അതിനൊരു പ്രാമുഖ്യം നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടാകാൻ സാധ്യത ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇന്ന് ഉച്ചയോടുകൂടി ബോംബ് സ്ഫോടനം നടക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇമെയിൽ സന്ദേശം വഴി ഇന്ന് രാവിലെയാണ് ജർമ്മൻ കോൺസുലേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമാനമായ രീതിയിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇങ്ങനെ വ്യാജ ഇമെയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2-ാം തീയതി മെയ് മാസം 2-ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇപ്പോൾ നിരവധി തവണയായി ഈ മാസം തന്നെ 8-10 തവണയായിട്ട് വ്യാജ ബോംബ് ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോംബ് ഭീഷണി ഇനിയെങ്കിലും ഈ IP അഡ്രസ് ക്രാക്ക് ചെയ്തത് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു വൻ വിപത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഇതുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഇന്നലെ ഉച്ചയോടുകൂടി ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ് ഇമെയിൽ സന്ദേശം ലഭിച്ചതോടുകൂടി ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തെത്തുകയും വസതിയും അതുപോലെ തന്നെ ഓഫീസും എല്ലാം. ഏതായാലും ശ്രീനന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുമ്പോഴും പോലീസിനെ സംബന്ധിച്ച് ഉത്തരം നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല, ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.